നോർവേയെ തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഫ്രാൻസ്. ഡെംബലയുടെ ഹാട്രിക് കരുത്തിൽ ജയം 1-4 ഗോളിന്. നോർവേ കളിച്ചത് ഹാലൻഡും ഒഡാഗാർഡുമടക്കം സൂപ്പർ താരങ്ങളെ ബെഞ്ചിലിരുത്തി. ഇറാഖിനെ 5 ഗോളിന് തകർത്ത് നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്തി സെനഗൽ. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം കനക്കുന്നു. ഇന്നു മുതൽ 4 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഞായറാഴ്ച 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF റിലേ സത്യാഗ്രഹം 5ാം ദിവസത്തിലേക്ക്. സമരം വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ R സുഗതന്റെ രാജി വരെ തുടരാൻ തീരുമാനം. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടി അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ UDF തീരുമാനം. സംസ്ഥാനത്ത് കീം പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക് 12 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ നടത്തും. 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കീം എൻട്രൻസ് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തോടെ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കൊടും ചൂടിൽ വെന്തുരുകി യൂറോപ്യൻ രാജ്യങ്ങൾ. വേനൽ ചൂട് കടുത്തതോടെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. റോഡുകൾ ഉരുകിയൊലിച്ചും റെയിൽവേ ട്രാക്കുകൾ വളഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. ജർമ്മനിയിലും ചെക്ക് റിപ്പബ്ലിക്കിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഇറ്റലിയിലെ 16 പ്രധാന നഗരങ്ങൾ അതീവ ജാഗ്രതയിൽ. വെനസ്വേലയിലെ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണസംഖ്യ 900 കടന്നു. 3360 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. കാരക്കാസിലും ലാഗ്വെയ്റയിലും തെരച്ചിൽ പുരോഗമിക്കുന്നു. അയർലൻഡ് അട്ടിമറിയുടെ ഞെട്ടലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. പരമ്പര സമനിലയിലാക്കാൻ നാളെ ഇന്ത്യക്ക് ജയം അനിവാര്യം. 1-ാം T20യിൽ ലോക ചാമ്പ്യന്മാരെ അയർലൻഡ് തോൽപ്പിച്ചത് 34 റൺസിന്. അയർലൻഡിൻ്റേത് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നേടുന്ന ചരിത്രത്തിലെ ആദ്യ വിജയം. വിംബിൾഡൺ കോർട്ടിലേക്ക് മടങ്ങിവരവിനൊരുങ്ങി ഇതിഹാസ താരം സെറീന വില്യംസ്. 44-കാരിയായ സെറീനയ്ക്ക് 1-ാം റൗണ്ടിൽ എതിരാളി ഓസ്ട്രേലിയയുടെ 20-കാരി മായ. ഡബിൾസിൽ വിനീസ് സെറീന കൂട്ടുകെട്ട് വീണ്ടും കളത്തിലിറങ്ങും. വിംബിൾഡണിന് തുടക്കമാകുക മറ്റന്നാൾ.